കുറുക്കന്മാരും. അയ്യോ അയ്യോ അമ്പട, വേണ്ട 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 വേണ്ട. ഹേ സർപ്പമേ, എന്റെ ഈ സ്വകാര്യ സ്വത്തായ 2 ഏക്കർ പറമ്പിൽ നിനക്ക് എന്താവകാശം? വേണ്ട 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 വേണ്ട, നിനക്കിവിടെ യാതൊരു അവകാശമില്ല. ക്ഷണത്തിൽ ഇവിടെ ഒന്ന് പോക, വെറുതെ വഴക്കുണ്ടാകാതെ ക്ഷണത്തിൽ ഇവിടെ ഒന്ന് പോക. അത് കൊള്ളാം, അമ്പട. പക്ഷികളും കോഴികളൊക്കെ വല്ലാതെ ബഹളം വയ്ക്കുന്ന കേട്ടല്ലോ. വല്ല പാമ്പോ ചേരോ ആയിരുന്നോ? സഖാവ് മൂർഖൻ. എന്നിട്ട് അടിച്ചു കൊന്നില്ലേ? ഇല്ല, കൊന്നില്ല. ഭാവതിയെ പോലെ ഈശ്വര സൃഷ്ടി, അതും ജീവിക്കട്ടെ, ഭൂമിയുടെ അവകാശിയാണ്. അത് കൊള്ളാം. നമ്മുടെ കുട്ടികള് ഓടിച്ചാടി നടക്കുന്ന പറമ്പാണ്. ഈ പറമ്പിനകത്ത് വന്നാലേ അടിച്ചു കൊല്ലണം. കൊല്ലണമെന്ന് പറയാ, കൊല്ലും ചെയ്യാ. തിരിച്ച് ജീവൻ കൊടുത്ത് സൃഷ്ടിക്കാൻ കഴിയോ? ഈ മനുഷ്യരെ മറ്റും കടിച്ചു കൊല്ലുന്ന പാമ്പുകളെ മറ്റും ദൈവം എന്തിനു സൃഷ്ടിച്ചു? സിംഹം, ആന, കുതിര, കാട്ടുപോത്ത്, അങ്ങനെ ഒരുപാട് എണ്ണത്തിന് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തിന്? തിമിംഗലം, സ്രാവ്, കടൽ പാമ്പ്, ഇവയെല്ലാം എന്തിന് എന്തിന് സൃഷ്ടിച്ചു? അറിയില്ല. ദൈവഹിതം. ഏതായാലും ഒന്നിനെയും കൊല്ലാതെ ജീവിക്കാൻ ശ്രമിക്കണം. ഹിംസ അരുത്. നല്ല പുതുമ. വീടിന പല്ലികളും ഓന്തും മരണയും കരിന്തേലും ഒക്കെ അടുക്കളയിൽ കയറി വരുന്നു. വേലിയാണെങ്കിൽ ചെതല് തിന്നു തീർത്തു. വീട്ടിനകത്തും ചെതലുണ്ട്. പുസ്തകങ്ങളും വസ്ത്രങ്ങളും ഒക്കെയും ചെതല് തിന്നുന്നു. എലിയുടെ ശല്യാണെങ്കിൽ പറയാനും വയ്യ. ആ റേഡിയോഗ്രാമിന്റെ വയറ് എലി കടിച്ചു മുറിച്ചത് കണ്ടില്ലേ? വണ്ടും ചീവീടും പാറ്റകളും ഒക്കെയും വീട്ടിനകത്താണ്. അപ്പോഴാണ് ഇങ്ങനോട് ഒടുക്കത്തൊരു ജന്തുപൂജ. ഞാനൊരു ജന്തുവിനെ പൂജിക്കണില്ല. നിങ്ങളൊന്ന് മാറി മനുഷ്യ. നിനക്കറിയോ, മനുഷ്യവർഗത്തിൽപ്പെട്ട ചിലർ മൃഗങ്ങളെയും പക്ഷികളെയും പൂജിക്കുന്നുണ്ട്, പാമ്പുകളെ പൂജിക്കുന്നുണ്ട്. അറിയോ? ഇങ്ങോട്ട് നോക്ക്, ഹിന്ദുക്കളുടെ ഒരു ദൈവം പാമ്പിന്റെ പുറത്താണ് കിടക്കുന്നത്, അതും കടലില്. അത് അവിടെ കിടന്നോട്ടെ. വേറൊരു ദൈവത്തിന്റെ കഴുത്തില് പാമ്പ് ഇതുപോലെ ചുറ്റി കിടക്കുന്നു. നിങ്ങൾ ഇവിടെ കിടന്ന് ചുറ്റിക്കിടന്ന് ആടെങ്ങാനും പോയി ഇരിക്കും മനുഷ്യ. കേക്ക്, എലി ഒരു ദൈവത്തിന്റെ ഇഷ്ടവാഹനമാണ്. ചിങ്കണ്ണി, കടുവ, മലമ്പാമ്പ് തുടങ്ങിയവ ആരാധിക്കുന്നവരുണ്ട്. കേക്കണോ? ഈ ഭൂഗോളത്തെ ദേവിയായി ചിലർ സങ്കല്പിക്കുന്നു. അവരുടെ അഭിപ്രായത്തിൽ സൂര്യനും ചന്ദ്രനും എല്ലാം ദേവന്മാരാണ്. എന്തായാലും ഇരുട്ടിനെയായിരിക്കും ദൈവം തമ്പുരാൻ ആദ്യം സൃഷ്ടിച്ചത്. പിന്നെ വെളിച്ചത്തെയും. ചൂടും വെളിച്ചവുമാണല്ലോ കാര്യമായ സംഗതി. ജീവികളെല്ലാം ചൂടിന്റെയും വെളിച്ചത്തിന്റെയും സന്തതികളാണ്. എറുമ്പും പാമ്പും എട്ടുകാലും മൃഗങ്ങളും പക്ഷികളും ജന്തുക്കളും വൃക്ഷങ്ങളും ചെടികളും എല്ലാം. ഈ വരിക്കപ്ലാവിൽ ചക്ക വെളുത്തത് അണ്ണാനും വാവനും കൊണ്ടുപോണു. ആച്ചക്കയും റുമാനും സപ്പോട്ടയും ഒക്കെയും ഈ പക്ഷികളും കാക്കകളും കൊണ്ടുപോണു. അതാണല്ലേ രസം. യാതൊരു താങ്ങുമില്ലാതെ അനേകായിരം ഗോളങ്ങളെ നിലനിർത്തിയിരിക്കുന്ന ദൈവം തമ്പുരാൻ ഭൂമിയിൽ ജീവികൾക്കായി എന്തെല്ലാമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പഴങ്ങൾ, പുഷ്പങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ, വെള്ളം, വായു, പിന്നെ ചൂടും വെളിച്ചവും. ഭൂമിയിലെ ഈ ഉൽപ്പന്നങ്ങളുടെ എല്ലാം അവകാശികളാണ് മൃഗങ്ങളും പക്ഷികളും ജന്തുക്കളും എല്ലാം. ഈ പരമാർത്ഥം എപ്പോഴും ഓർക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ലേ? ഒരു കാര്യം പറഞ്ഞാ മുഷിയോ? ഇല്ല, ലേശമില്ല. കാച്ചി കാച്ചി. എന്നാലേ ഭവാനെ പോലുള്ളവർ കല്യാണവും കഴിച്ച് വീടും കുടിയും കുട്ടികളും ഒക്കെ ആയി കഴിയാതെ വല്ല കാട്ടിലോ ഗുഹയിലോ മറ്റോ പോയി തുണിയും കൊണാനും ഇല്ലാതെ തപസ്സിരിക്കാം നല്ലത്. തിന്നാനും കുടിക്കാനും പുറമാന്തി തരാൻ നീയുണ്ടെങ്കിൽ
ഏത് ഗുഹയിലും പോയി ഞാൻ ഘോരം തപസ് ചെയ്യാ. എന്താ? എന്നാലേ നമുക്ക് നമ്മുടെ വീടായ ഗുഹ മതി. ഈ ഗുഹക്കകത്തേക്ക് പാമ്പും വളരെ വന്ന കൊല്ലണം. നിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. 500 കൊല്ലത്തിനകം ഈ ഭൂമിയിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം മനുഷ്യൻ കൊന്നു തീർക്കും. വൃക്ഷങ്ങളും ചെടികളും അവൻ നശിപ്പിക്കും. ഭൂമിയിൽ മനുഷ്യൻ മാത്രം അവശേഷിക്കും. എന്നിട്ട് ഒന്നടങ്കം ചാവും. അത് സാരമില്ല, അന്നല്ലേ. ഇപ്പൊ ഒന്ന് എണീറ്റ് വന്ന് ആ വരിക്കപ്ലാവിലെ ചക്ക ഒന്ന് ഇട്ടതാ. ഞാനും എന്റെ മക്കളും മക്കളും പശുക്കളും തിന്നട്ടെ. ഒരു ജന്തു സ്നേഹി വന്നിരിക്കുന്നു. ഓ നിങ്ങളൊന്ന് വാ മനുഷ്യ. ഓ അണ്ണാനെ, പക്ഷികളെ ക്ഷമിക്കുക. ഇവിടെ ചുമ്മാ ഇരുന്ന് ഈ പക്ഷിനെയും കോഴിനെയും പറ്റി ചിന്തിക്കാതെ നമ്മുടെ വീടും പറമ്പും ശരിക്കും നോക്കണം. ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും മൂർഖം പാമ്പിന്റെ ഒക്കെ കാര്യം ദൈവം തമ്പുരാൻ നോക്കിക്കൊള്ളും. ഒരു കാര്യം അറിഞ്ഞോ? വീടിനോട് ചേർന്ന് ചോനലൂറുമ്പോൾ കുഴിച്ച് തുടങ്ങിയപ്പോ തന്നെ ഞാൻ പോയതാ അതിനെ തീ വെച്ച് നശിപ്പിക്കാൻ. അപ്പൊ എന്നെ വിലക്കി. ഇപ്പൊ അതൊക്കെ വീട്ടിന്റെ ഉള്ളിലാണ് താമസം. മോന്തായ മുഴുവനും ചിതല് തിന്നു തീർത്തു. ഈ എറുമ്പിനെയും ചിതലിനെയും കൊല്ലണം. ഹിംസ എനിക്ക് വയ്യ. നമ്മെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ ഉപദ്രവിക്കണം. അത് വേണ്ടെന്നേ. ദൈവം തമ്പുരാൻ എന്ത് പറയും? എല്ലാത്തിനെയും സ്നേഹിക്കാൻ ശ്രമിക്കണം. എനിക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യണമെന്നുണ്ട്. എന്നാലേ ഞാനും എന്റെ മക്കളുമാണ് പ്രപഞ്ചമെന്ന് കരുതിയാ മതി. മുഷിയരുത്. അത്രക്ക് അങ്ങ് ചെറുതാകാം വയ്യ. എന്നാൽ അങ്ങ് വലുതായിക്കോ, വലിയ മുട്ടൻ. അയ്യോ അയ്യോ അയ്യോ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ എന്താ ഭയങ്കര വേദന. നോക്കട്ടെ. നോക്ക്. എന്തോ കുത്തിയതാണ്. സൂചി കയറ്റിയ പോലെ 2 പാടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് നോക്കാം. ദൈവമേ, വലിയൊരു പഴുതാര. അതിനെ കൊല്ലല്ലേ? ഈ മനുഷ്യൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇതിനൊക്കെ നശിപ്പിക്കാൻ അങ്ങനെ തന്നെ വേണം. നോക്കട്ടെ. നല്ല വേദന ഉണ്ടാവും, വിഷം ഉണ്ടാവും. ഏതായാലും ഒരു മരുന്ന് ചെയ്യാം. ഒരു ദിവ്യം പറഞ്ഞു തന്നതാ. പഴുതാരയുടെ തേലിന്റെ ഒക്കെ വിഷത്തിനെ ആടലോടകത്തിന്റെ ഇല 2 or 3 എണ്ണം ഉപ്പ് ചേർത്ത് ചവച്ചിറക്കിയാ മതി. ഞാൻ ഏതായാലും ഇപ്പൊ കൊണ്ടുവരാം. ഓക്കെ, ശരി. ഇത് കഴിക്ക്. ഇത് കണ്ടോ നിങ്ങള്? എത്ര തേങ്ങകളാ വീണ് കിടക്കണേ. എലികള് കുത്തിയിടുന്നതാ. എലി വിഷം വാങ്ങണം. വല്ല ചോറിലോ പഴത്തിലോ വെച്ച് എലികളെ ഒക്കെ കൊല്ലണം.
എന്താത് എന്താത് എന്താത്? ഓ 200 എട്ടുകാലി, 50 പാറ്റ, 5 തേളി, ഒരു 2000 എറുമ്പുകള്, ഒരു 1500 ചെതള്. ഇതിനെയൊക്കെ കശ്മേലെ നീ എന്ത് ചെയ്തു? ഞാൻ അടിച്ചു കൊന്നു. ഭൂമിയുടെ അവകാശികൾ. തേങ്ങ കൊല, പഴുതാര കുത്തിയ ദിവ്യ വേദന മറന്നോ? ഓർമ്മണ്ട്. ആ എന്നാ പിന്നെ വളരെ വളരെ അത്യാവശ്യമായി എലി വിഷം വാങ്ങണം. സഹായിക്കണം. കൊടും കൊലപാതകത്തിന് കൂട്ടു നിൽക്കണം. ഈ 30 കരിക്ക് വെച്ച് മാസത്തിൽ എത്ര കരിക്ക്? ഒരു 900. ആ അത്രയും തേങ്ങയാണ് നശിക്കുന്നത്. തിരിഞ്ഞോ? 900 തേങ്ങ നമുക്ക് ആഹാരം കഴിക്കാനുള്ള കാശ്. വീടിന്റെ മോന്തായ മുഴുവനും ചെതല് തിന്ന തീത്തപ്പ പറഞ്ഞു തേങ്ങ ഇച്ച കാശുകൊണ്ട് നന്നാക്കാന്ന്. ഇക്കണക്കിന് പോയാൽ നിങ്ങൾ എവിടെ നിന്ന് എടുത്ത് വിൽക്കും തേങ്ങ? മാത്രമല്ല നമ്മളൊക്കെ പട്ടിണി കിടന്ന് ചാവും. ആലോചിക്കുന്നുണ്ടോ? ഒന്നുകിൽ എലികൾ ജീവിക്കണം, അല്ലെ നമ്മള്. ആലോചിച്ച് നോക്കിങ്ങള്. എന്റെ ദൈവം തമ്പുരാനെ, എലികളെ കൊല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലെന്നു. യാതൊന്നിനെയും നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ വല്ല വഴിയുമുണ്ടോ? നമ്മുടെ ഈ തെങ്ങിലെ തേങ്ങയെല്ലാം വീണ് കെടുക്കാണല്ലോ പറമ്പില്. വല്ല എലി കരണ്ടതാ തോന്നുന്നു. എടാ പരമു, ഈ ലോകത്തിലെ ജീവിതം പൊതുവെ നോക്കുമ്പോ ഒരു സ്റ്റൈല് കാണുന്നില്ല. അതെന്താ അങ്ങനെ? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ എന്താ ചെയ്യാ? വ്യക്തമായ ഒരു വിശ്വാസ സംഹിത. എന്റെ ദൈവമേ, പ്രപഞ്ചങ്ങളുടെ എല്ലാം സൃഷ്ടാവേ, നേർമാർഗം കാണിച്ചു തരണേ. ഒന്ന് എണീറ്റിങ് വരാമോ? ആ എന്തിനാ? കുറച്ച് പണം വേണം. ഞാനും കൂട്ടുകാരും കൂടി ബസാറിൽ പോകുന്നുണ്ട്. കുറച്ച് എലിവിഷം വാങ്ങാം. എന്റെ കയ്യിലേ പണമൊന്നുമില്ല. നീ വേണോ വെച്ചെങ്കിൽ നമ്മള് സ്ഥിരമായിട്ട് ആ തേങ്ങ കൊടുക്കണ തേങ്ങാക്കാരനില്ലേ? ഓ ഞാനിപ്പൊ കുറച്ച് കടായോ അല്ലേ? ആ പരമുവോ, നീ വന്നത് എന്തായാലും നന്നായി. ഞാൻ പോയി കുറച്ച് എലിവിഷം വാങ്ങി വരാം. നമുക്ക് എലികളെ ഒക്കെ ഇന്ന് കൊല്ലണം. നീ ഇവിടെ ഇരിക്ക്, ഞാനിപ്പോ കൊണ്ടുവരാം. ഞാൻ ഇവിടെ പറമ്പിലൊക്കെ ഉണ്ടാവും. എലികളായ എലികളെ മാപ്പാക്കുക. എലികളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാനെ ഞങ്ങൾക്ക് പുറത്തു തരിക. എലികളെ ചതിച്ചു കൊല്ലാൻ പോകുന്നു. മാസത്തിൽ 10,900 തേങ്ങ. ഞങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം. ക്ഷമിക്കുക, ക്ഷമിക്കുക. എന്താ നിങ്ങൾക്കൊരു പുതുമ കേൾക്കണോ? തേങ്ങാക്കാരനെ കണ്ടു, കുറച്ച് പണം കടായി വാങ്ങി. തേങ്ങക്ക് നല്ല വിലയുണ്ട്, ഇനിയും കൂടും അത്രേ. തേങ്ങക്ക് വില കൂടി വരണാണോ ഇത്ര വലിയ പുതുമ? ഓ അതല്ല, പിന്നെന്താ? ഞാനും കൂട്ടുകാരിയും കൂടി കൊറേ കടകളിൽ ചെന്നു. എലിവിഷൻ ചോദിച്ച് കടക്കാരൊക്കെ ചിരിക്കുന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അവസാനം ഒരു കടക്കാരൻ പറഞ്ഞു, എലിവിഷം വിൽക്കാൻ ഗവൺമെന്റിന് അനുവാദമില്ലത്രേ. വേണമെങ്കിൽ തന്നെ ഗവൺമെന്റിന് അപേക്ഷ കൊടുക്കണം. എന്നാലും കിട്ടാൻ പ്രയാസാണ്. എന്താ കാരണം എന്നറിയോ? അതാണ് പുതുമ. എന്താ? മനുഷ്യരൊക്കെ എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത്രേ.
കത്തി, കടാര, റെയിൽ പാറങ്ങത്, ഒതളങ്ങാ പരിപ്പ് ഇതൊക്കെ ഉള്ളപ്പോഴാ. അതൊക്കെ പോട്ടെ, പിന്നെ 1 ലക്ഷം പേർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള വിഷമുണ്ടല്ലോ, എവിടുന്ന് കിട്ടി? കൂട്ടുകാരിയുടെ ഭർത്താവിന്റെ ഓഫീസിലുണ്ടായിരുന്നു, അദ്ദേഹം സൗജന്യമായി തന്നു. ആ എടാ പരമു, നീ ഇത് കൊണ്ടുപോയി അത്തങ്ങിന്റെ മുകളിലൊക്കെ ചെന്ന് വെക്ക്. നമുക്ക് എലികളെ ഒക്കെ ഇന്ന് കൊല്ലണം. ചെല് ചെല്. സന്തോഷം, തുടങ്ങിക്കോളൂ കൊല. ഈ രക്തത്തില് എനിക്ക് പങ്കില്ല. ഇതൊന്നും ഒരു കൊലയല്ല. ഈ ആടിനും കോഴിനൊക്കെ നമ്മ അറുക്കുന്നില്ലേ, അതൊക്കെ ദൈവത്തിന്റെ പേരിൽ അറുക്കുന്നത്. ഇപ്പൊ ഈ എലികളെ കൊല്ലുന്നതേ നമുക്ക് ജീവിക്കാനാ. ദൈവം തമ്പുരാൻ പൊറുത്തുള്ളൂ. കാരുണ്യവാനല്ലേ ദൈവം? ആ കാരുണ്യവാനായ ദൈവം പുറത്തു തരട്ടെ. തേങ്ങയെല്ലാം വീണ്ടും വീണ് കിടക്കണോ പറമ്പില്? എടാ പരമു, നീ ഇന്നലെ രാജ്യത്തുള്ള എലികളെ മുഴുവൻ കൊല്ലാനുള്ള വിഷം വെച്ചല്ലേ, നിന്റെ വിഷമൊന്നും ഫലിച്ചില്ലേ? വിഷം എല്ലാ തെങ്ങിലും വെച്ചില്ല. ചിലപ്പോ എനിക്ക് തോന്നണത് കൂമനാവും. എടാ മണ്ട, കൂമൻ സസ്യബുക്കല്ല. എന്നാ പിന്നെ വവ്വാലാകും. ഇപ്പൊ പിടികിട്ടി, വവ്വാലാകും. ഇക്കണക്കിന് പോയാ നമ്മ പട്ടിണി കടന്ന് ചാവും. എടാ പരമു, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇതാ നമുക്ക് വെടിവെച്ചാലോ? ശരിയാ, നമുക്കൊരു തോക്ക് വാങ്ങാം. വാവലുകളൊക്കെ വെടിവെച്ച് കൊല്ലാം. കുറുക്കനെയും പനമരുകനെയും ഒക്കെ വെടിവെച്ച് കൊല്ലാം. തോക്ക് പാപത്തിന്റെ പ്രതിരൂപമാകുന്നു. മനുഷ്യർ തോക്ക് കണ്ടുപിടിച്ചതേ തെറ്റായി പോയി. പാപത്തിന്റെ സന്താനമാകുന്നു തോക്ക്. വെടിവെക്കാനൊന്നും ഞാനില്ല. ഞാൻ പഠിച്ചോളാം വെടിവെക്കാൻ. എന്റെ അമ്മാവന്റെ മകന്റെ പക്കലേ വലിയൊരു തോക്കുണ്ട്. വെടി പൊട്ടിയാ കൊട പോലെ ഉണ്ടകള് ചെതറും. ഒരൊറ്റ വെടിക്ക് 50 വാവലെങ്കിലും ചാകും. അതാണ് ഇതാ നമുക്ക് അമ്മാന്റെ മോനെ വിളിക്കാം വെടിവെക്കാന്. ശരിയാ വരമു, നമുക്ക് പോയി അമ്മാവന്റെ മോനെയും കൂട്ടി വരാം. വാവലുകളൊക്കെ നമുക്കൊന്ന് വെടിവെച്ച് കൊല്ലണം. വവ്വാലുകളെ രക്ഷപ്പെട്ടുകൊള്ളുക, എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടുകൊള്ളുക. കശ്മലർ സംഹാരത്തിനൊരുങ്ങിക്കഴിഞ്ഞു. ഞാൻ നിരപരാധി. രക്ഷപ്പെട്ടുകൊള്ളുക,
എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടുകൊള്ളുക. അടുത്ത അമ്പലത്തിന്റെ അവിടെ ആൽമരത്തില് 2,000 വവ്വാലുകളുണ്ട്. അവിടെ വെടിവെക്കേണ്ടത്. 2,000 വവ്വാലുകള്. ഇത്താ 1-2 ദിവസത്തിനുള്ളിൽ എല്ലാത്തിനും വെടിവെച്ചു കൊല്ലാം. നിങ്ങൾ വരുന്നുണ്ടോ വെടിവെക്കുന്ന കാണാൻ? ഞാനില്ല വെടിവെക്കാൻ. ഞാൻ പോണു. जब दिल ही टूट गया, जब दिल ही टूट गया, हम जी के क्या करेंगे, हम जी के क्या करेंगे, जब दिल ही टूट गया, जब दिल ही टूट गया. का दिया हमने इस दिल में जलाया था, उल्फत का दिया हमने इस दिल में जलाया था. उम्मीद के ഞങ്ങളൊക്കെ ഒരു കണക്കിന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ട് വരിക. അയ്യോ 10-20 പേര് ഞങ്ങളെ കൊല്ലാൻ വരുന്നത്. എന്താ കാരണം എന്നറിയോ? വാവലുകളൊക്കെ മനുഷ്യന്മാരുടെ പൂർവികന്മാരാണ് അത്രേ. അയ്യോ കൊല്ലാൻ പാടില്ല. ജീവജാലങ്ങളെല്ലാം ഭൂമിയുടെ അവകാശികളാണ്. മനുഷ്യന് മാത്രമായി സവിശേഷ പരിഗണനയില്ല. സർവ്വ ജീവജാലങ്ങളെയും സംരക്ഷിച്ചും നിലനിർത്തിയും മാത്രമേ മനുഷ്യവർഗത്തിന് നിലനിൽപ്പുള്ളൂ. പരിസ്ഥിതി മലിനീകരണവും നശീകരണവും ഒരുപോലെ ദുരന്തങ്ങൾക്ക് വഴിവെക്കും. അവ എല്ലാ ജീവജാലങ്ങളെയും തുടച്ചുമാറ്റും. മനുഷ്യ ജീവന്റെ നിലനിൽപ്പിനു വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിലൂടെ ഭയാനകമായ പ്രതികരണത്തിന് നാം വിധേയരാവും. ഈ ചൂഷണത്തിന് അറുതി വരുത്തേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്. മനുഷ്യന്റെ നിലനിൽപ്പിനായി ഭൂമിയെ സംരക്ഷിക്കുക. ഇല്ലെങ്കിൽ ഒരു മഹാദുരന്തത്തിലേക്ക് നാം നീങ്ങുക തന്നെ ചെയ്യും. എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. ഭൂമിയുടെ അവകാശികൾ.